ബാബു ഡിറ്റിയിൽ വന്നിട്ട് വിളിച്ചില്ല. ബാബു ബാബു അവിടെ തിരക്കിലാണെന്ന് പറഞ്ഞു, അതുകൊണ്ടാ. അങ്ങനെ ആര് പറഞ്ഞേ? എന്തായിരുന്നു തിരക്ക്? ഇവിടെ സിറ്റിയിൽ വന്നപ്പോ ഒരു പയ്യൻ പറഞ്ഞു. എന്തായിരുന്നു അവിടെ എനിക്ക് തിരക്ക്? തിരക്കൊന്നുമില്ല. 100 തേങ്ങ എണ്ണിട്ടായിരുന്നു അവിടെ ഇരുന്നിട്ട്. 100 തേങ്ങ എണ്ണിയാ? Meanwhile, തേങ്ങ എണ്ണി അപ്പുറത്തെ തോട്ടത്തിന്റെ അടുത്ത് ഇപ്പുറത്തോട്ടിട്ട്. ഈ 100 തേങ്ങ ആവാൻ വേണ്ടി എത്ര പേരെ വിറ്റു? അതെ, അങ്ങനെ നോക്കിയാണെങ്കിൽ ഏകദേശം കന്നി കണ്ടത് എല്ലാരും വിട്ടു. മലളി ഏറ്റവും കൂടുതൽ വിറ്റത് മലളിയായിരുന്നു. എത്ര നാളെടുത്ത് 100 തേങ്ങയ്ക്ക് വേണ്ടി? 100 തേങ്ങയ്ക്ക് വേണ്ടിട്ട് ഏകദേശം 2 വർഷം എടുത്തു മലയാളി. 2 വർഷം? 2 വർഷം. പക്ഷേ ഇത്രയും രീതിയിൽ വിൽക്കാൻ പറ്റുന്ന അറിയുന്നത് ആദ്യത്തെ വർഷം തന്നെ അടിക്കായിരുന്നു. ആ ശരിയാ, ലേറ്റ് ആയി പോയല്ലേ മനസ്സിലാക്കാൻ. ലേറ്റ് ആയി പോയി കാര്യം നേക്ക് പിടിച്ചിട്ട് മനസ്സിലായി. ലേറ്റ് ആയി പോയി. ഇപ്പഴല്ലേ മനസ്സിലായത്. ഊക്കേണ്ടവരെ ഊക്കിയാലേ കേറേണ്ടത് കേറൂ. അതാണ് ഇപ്പോഴത്തെ നേക്ക്. ഓ ഗിൽവർ പ്ലേ ബട്ടൺ. ഗിൽബർ പ്ലേ ബട്ടൺ മല്ലി. എവിടെ? അതെ എന്റെ അല്ല, എനിക്ക് ബെഡ്റൂം. മള്ളി എടുത്തോ. ഹെവനിൽ വെക്കാം. ഹെവനിൽ വെക്കാം മള്ളി. അതാകുമ്പോ നമുക്ക് കുറെ വെക്കാമല്ലോ. ഇങ്ങനെ മള്ളി സഹകരിക്കുകയാണെങ്കിൽ നമുക്കൊരു ഗോൾഡ് ബട്ടൺ കൂടെ സെറ്റ് ചെയ്ത് തരാം. താല്പര്യമില്ല. കുറച്ച് ദിവസം മതിയെന്ന്. ഞാൻ പോയിട്ട് കേറ്. ഡ്രസ് മാറിട്ടോ? അല്ല, ഞാൻ കളിക്കില്ല മള്ളി. ഇന്ന സന്തോഷമായിട്ട് ഇരിക്കുന്ന ദിവസമല്ലേ. വീണ്ടും ചത്താലേ എനിക്ക് മൂഡ് പോവും. വേണ്ട, ഇന്ന് വേണ്ട. അതെന്തിനു വർത്താനമാവോ? ഇല്ല മള്ളി. ഇത് ഇപ്പൊ സന്തോഷത്തോടെ മള്ളി ബാബുവിന് വിളിക്കണം. ഇനി കുറച്ച് കഴിയുമ്പോ അച്ഛനെ മാറ്റി വിളിക്കും. അതുകൊണ്ട് എനിക്ക് വേണ്ട, ഇന്ന് വേണ്ട. മുളലി എന്നെ തള്ളിപ്പോയി ചാവേം ചെയ്യുന്നതിന്റെ കൂടെ വന്നില്ലെന്ന് പറഞ്ഞ് ചീറ്റയും വിളിക്കും. എനിക്ക് വയ്യ ഇന്ന്. ഓ എനിക്ക് വയ്യ. 100K അല്ലേ ബാബു? പണ്ട് ഓർമ്മയുണ്ടോ? സത്യം മള്ളി, ഞാൻ വിചാരിച്ച 20K എന്റെ ജീവിതം അവസാനിക്കുന്നാണ് വിചാരിച്ചിരുന്നത്. അല്ല, സിറ്റിയിൽ 20K വരെ പോട്ടെ. അതിന് മുമ്പ് നീ സിറ്റിയിൽ മൂഞ്ചി തെറ്റി നടന്ന് ഓർമ്മയുണ്ടാ? സത്യം മള്ളി. ആരെങ്കിലും പണി തരുമെന്ന് പറഞ്ഞാൽ 5 രൂപയ്ക്ക് വരെ പോയി തിരിഞ്ഞു നിന്നവനാ നീ. തിരിഞ്ഞെന്ന് മുലലിന്റെ ഫോട്ടോ കാണിക്കും. എപ്പോ ചെന്നാലും ഞാൻ മുതുക്കില് വരുമ്പോ എപ്പോഴും നീ മുതുക്കില് വരുമ്പോ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ വിളിക്കണേ. എത്ര രൂപയാണെങ്കിലും കുഴപ്പമില്ല. അത് എന്നോടല്ല, ബാക്കി എല്ലാരോടും തെണ്ടി ഞാൻ കണ്ടിട്ടുണ്ട്. മലലി എത്രയൊക്കെയായി വെളിയില്? മലലി വെളിയിൽ എത്രയൊക്കെയായി? എനിക്ക് കേയില്ല. 400K എന്നൊക്കെ പറഞ്ഞ അണ്ടാവായിരിക്കല്ലേ ഇപ്പൊ കൊണ്ടി. എനിക്ക് 100 മതി. ഇപ്പോഴും കുണ്ടിയിൽ ഒരു പാതി ഗിയറിലാണ് വീണ് കിടക്കണത്. ഒതുങ്ങിയിരിക്കും. അയ്യോ, 400K വരെ എത്തിക്കാൻ വേണ്ട പാടേ. ആ 1 മില്യന്റെ കുണ്ടി ഒന്ന് കാണാൻ പറ്റുമോ? മഴയത്ത് കൊടയായിട്ട് പിടിച്ചോണ്ട് ഇറക്കാനാണെന്ന്. എന്തിനൊക്കെയാണോ പറയണേ? എന്റെ അമ്മ 1 മില്യണൊക്കെ ഞാൻ എവിടെ സമയത്ത് അടിക്കാനാ? അയ്യോ, 400 എത്തിയ പാടെ എനിക്കറിയാം. കണ്ണാപ്പി 100K അടിക്കുമ്പോഴത്തേക്ക് അവന്റെ വായിലെ സ്ഥിതി ചെവി വരെത്തും. കവലയിന്ന് വളരെ വളരെ ചെവി വരെത്തും. വെറുതെ അല്ല ഏട്ടാ, ട്രിക്കിയൊക്കെ 1 മില്യൺ അടിച്ചിട്ട് റിട്ടയർ ചെയ്തത് ഏട്ടാ. അവന് വയ്യ, അവൻ സ്റ്റേറ്റ് പോയി. അവൻ പണ്ട് 100 കിലോ ഉണ്ടായിരുന്ന മുതലേ 50 കിലോ ആൾക്കാർ തിന്നവനെ. അത് ഇംഗ്ലീഷുകാര്. അയ്യോ, അതെ. എടാ, ഇന്ന് മണി ടർഫ് അല്ലേ? അതിന് നമുക്ക് വേറെ ഒരു ടർഫുണ്ട്. അങ്ങനല്ല, നമ്മൾ അറ്റാക്കിങ് അല്ലല്ലോ. ഓ, അങ്ങനെ അറ്റാക്കിങ് അങ്ങനെ വിളിച്ചിട്ടില്ലല്ലോ. ഇല്ലല്ലോ. മണി ടർഫ് തന്നെ. മണി ടർഫ് ഉറപ്പല്ലേ? ഉടപ്പാ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തിരക്കണ്ടിട്ട് ചോദിക്കാം. 100K അടിച്ച് നല്ല ഫോമില് നിൽക്കുമല്ലേ? തൽക്കാലം നീ കുറച്ച് നേരം നിന്റെ അടുത്തൊന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. അല്ല, നീ 200-നുള്ളത് വെട്ടി തുടങ്ങും. മെന്നുണ്ടോ തൽക്കാലം? മെന്നെ കൊണ്ടുപോവാ ഞങ്ങള്. കൊണ്ടുപോണ ചന്ദ്രൻ ആരുമില്ല. തൽക്കാലം ഒരു കാര്യം ചെയ്യ്, മറ്റേ ഗോകുവിനോട് സ്പെക്കി മാറാകുമ്പോ തിരിച്ചൊന്നും പറയത്തില്ല.
പറയാം. അതെ ഒരു 5K ഉള്ളതുണ്ടത്. അതെ അതെ. അയ്യോ മള്ളി ഗണ്ണ് വല്ല വേണോ? കണ്ടോ കയ്യില്? ഇല്ല വേണമെങ്കിൽ മള്ളി പോയി എടുത്താൽ എനിക്കറിയാം ലൊക്കേഷൻ എവിടെ ഇരിക്കണെന്ന്. ഒരു അഡ്വാൻസ് റൈഫിൾ ഇന്ത്യൻ മലയാളി വാങ്ങിച്ച്. ഏതാ? അല്ല എപ്പ ഇടാൻ പറഞ്ഞ ഇപ്പഴാ തെണ്ടിൽ ഇട്ടത്. എപ്പോ വിളിച്ചെന്നറിയാമോ? ചിരിക്കാനോ വയ്യ, എനിക്ക് നെഞ്ചൊക്കെ വേദന എടുക്കുന്നത്. കുഴപ്പമില്ല ചാനൽ അനാഥമായി ഇപ്പൊ 400K ഉള്ള.